ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 3 ബ്ലെസ്സിങ്സ്. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, നല്ല കാര്യങ്ങൾ. ഓക്കെ, നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിട്ടോ, വിശ്വസ് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ദൈവം തരുന്നതായിട്ടോ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന 3 കാര്യങ്ങൾ. ഓക്കെ, ഒക്കെ നമുക്ക് എല്ലാം ബ്ലെസ്സിങ് ആയിട്ട് തന്നെ എടുക്കുക, പ്രശ്നങ്ങൾ വന്നാലും. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിന്റെ അഡ്വൈസ് ആയിട്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ കേട്ടോ, ഈ വരുന്ന കുറച്ച് ദിവസത്തിന്റെ എനർജിയാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് 1 വീക്ക് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. 1 വീക്ക് 10 ഡേയ്സ്, നമ്മൾ ഈ സെപ്റ്റംബർ കഴിയുന്നതിന് മുമ്പ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഓക്കെ, ആദ്യം തന്നെ മൂൺ കാർഡാണ് വരുന്നത്. മൂണിനെ ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ ബോട്ടം. ആദ്യത്തെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഇവിടെ മൂൺ ആൻഡ് കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ ഇവിടെ ഇമോഷണൽ കാര്യങ്ങൾ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു സമയത്തിൻ്റെ മാറ്റം എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ചില കാര്യങ്ങളുടെ മാറ്റം എന്ന് പറയാം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ 3 ഓഫ് കപ്സും ഉണ്ട്, സെലിബ്രേഷൻ, 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു എന്ന രീതിക്കാണ് പറയുന്നത്. അത് ഇവിടെ 2 തരത്തിൽ എന്തായാലും കാണുന്നുണ്ട്. ഒന്ന്, ജോലിയുടെ കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ന്യൂസ് വരുന്നതായിരിക്കാം, ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. ഇമോഷണലി നിങ്ങൾ ഹാപ്പി ആവും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ ആയിട്ട് സാഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നു എന്ന രീതിക്ക് പറയാം, സിമ്പിളായിട്ട്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ, ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ മെസ്സേജ്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രഷൻ, അവരുടെ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളോട് ഫീലിങ്സ് തുറന്ന് പറയൽ, മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ചിലവർക്ക് ആ കാര്യമുണ്ട്. ചിലവർക്ക് ജോലിയുടെ കാര്യം കാണുന്നുണ്ട്. കാരണം എനിക്കിവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. വർക്ക് എന്ന രീതിയിൽ നമുക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട്, ഇൻഡിക്കേഷൻ. സോ വർക്കിൻ്റെ കാര്യത്തിലും ആവാം, നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയുടെ ഓഫർ തരാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ഉള്ള ഒരു ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കൂടെ അവരെന്തെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഓഫർ ആയിരിക്കും അത്. ഓക്കെ, നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ടാവും എന്ന രീതിയിലും പറയാം. ഇവിടെ ഇമോഷണൽ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറിയ ഒരു സന്തോഷം, നിങ്ങൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യും എന്ന രീതിക്കും പറയാം. നിങ്ങൾ ഉള്ളിൽ തന്നെ നിങ്ങളൊരു സന്തോഷം ഫീൽ ചെയ്യും എന്ന രീതിയിലും പറയാം. നിങ്ങളുടെ നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് ഒരു ലേശം സന്തോഷം ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും ഒരു മാറ്റമാണ് ഇവിടെ, സമയത്തിൻ്റെ മാറ്റം എന്ന രീതിക്ക്. അതായത് നിങ്ങൾ ഈ ഒരു വിഷമിച്ച്, ചിലവർ ഡിപ്രഷൻ ഫേസ് ഒക്കെ ആയിരിക്കാം, അങ്ങനത്തെ അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരുന്നു എന്ന രീതിക്ക് പറയാം. സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് പറയാം, അവനവനെ സ്നേഹിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ ഒരു സന്തോഷം ഫീൽ ചെയ്യും. ഓക്കെ, ആൻഡ് അതിനുവേണ്ടി ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചില റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം നല്ലത് വരുന്നു. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിലോ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ജസ്റ്റ് ആരെങ്കിലും നിങ്ങൾ ഒന്ന് പുറത്ത്, എന്താ പറയുക, ഈ വിഷമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. ഓക്കെ, ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, 2-3 കാര്യങ്ങളാണ് ഇവിടെ ഫീൽ ചെയ്തത്. ജോലിയുടെ ആയാലും നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, മേ ബി ആരെങ്കിലും സഹായിച്ചിട്ടായിരിക്കാം, മേ ബി ഫ്രണ്ട്സ് ത്രൂ ആയിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും 3 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലും പറയും. ഓക്കെ, മറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളെ വിഷമമാണ്. നിങ്ങളൊരു സങ്കടം സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഡിപ്രഷൻ സ്റ്റേജ്, നിങ്ങൾ വിഷമിച്ചിരിക്കുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിൽ നിന്ന് എന്തായാലും പുറത്തു വരും നിങ്ങൾ. ഓക്കെ, സോ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ തന്നെ ജസ്റ്റ് സന്തോഷം എന്ന രീതിയിൽ ഫീൽ ചെയ്യുക. ആ സന്തോഷം ഫീൽ ചെയ്യാൻ റീസൺസ് ഉണ്ടാവാം. ഒന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്റർ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ വരുന്നു, കമ്മിറ്റ്മെൻറ്റ് വരുന്നു, അങ്ങനെ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്ന രീതിയിലും പറയാം. അതിപ്പോൾ ഫ്രണ്ടും ആവാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജിയാണ് കാണുന്നത്. സോ ഒരു ഫ്രണ്ടും ആവാം.
സോ അതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, ആദ്യത്തെ കാര്യം നിങ്ങൾ ആ ഒരു ഐ തിങ്ക് ഡിപ്രഷൻ തന്നെ പുറത്ത് വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. സോ ഫസ്റ്റ് തിങ് അതാണ്. നമുക്ക് സെക്കൻഡ് കൂടി നോക്കാം. അവിടെ തന്നെ വയ്ക്കാം. ഓക്കെ, ടവർ ആൻഡ് പ്രതീക്ഷ. അഗെയിൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം, അഗെയിൻ സെയിം തിങ് ബോട്ടം. ഓക്കെ, 3 of Cups സെലിബ്രേഷൻ. ഓക്കെ, ടവർ കാർഡും സ്റ്റാറുമാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ടവർ എന്ന് പറയുമ്പോൾ. എന്താ, നമ്മൾ എന്തെങ്കിലും തകർച്ച അല്ലേ, എന്തെങ്കിലും തകരുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുക, ബ്രേക്കപ്പ് ആവുക, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, വീട് നഷ്ടപ്പെടുക, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക, എന്തെങ്കിലും ലൈക്ക് തടസ്സങ്ങൾ നേരിടുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുക എന്ന രീതിക്കൊക്കെ നിങ്ങൾ ടവർ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഓക്കെ സ്റ്റാർ ആണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങൾക്കൊരു ഹോപ്പ്, പ്രതീക്ഷ. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു പ്രതീക്ഷ വരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ നടക്കുന്നു എന്ന് പറയാം. കാരണം ഇവിടെ സ്റ്റാറും ഉണ്ട്, മജീഷ്യനും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം, ഓക്കെ, അതിന് വേണ്ട ചിലവർക്ക് ഇങ്ങനെയും പറയാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കാൻ പോകുന്നു എന്ന് പറയാം. അതിന് മുമ്പ് ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടേക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തകർച്ചകൾ കാണേണ്ടി വന്നേക്കാം. ഓക്കെ, പക്ഷെ ആ തകർച്ച വരുന്നത് നിങ്ങളെ നല്ലതിലേക്ക് എത്തിക്കാനാണ്, നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾ തകർന്നാൽ മാത്രമേ നല്ലത് ബിൽഡ് ആവുള്ളൂ എന്ന് പറയും അല്ലേ. സോ ഇവിടെ കാണുന്നത് എനിക്ക് അങ്ങനെയാണ്. ദാറ്റ് നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ എന്താ, മാനിഫെസ്റ്റേഷൻ. നമ്മൾ മാജിക് ചെയ്തിട്ട് എന്തായാലും നമുക്ക് പറ്റില്ല അല്ലേ. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ചത് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ആ ശ്രമിച്ചത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് പക്ഷേ ചില തകർച്ചകളും നിങ്ങളൊപ്പം നേരിടേണ്ടി വന്നേക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇവിടെ സെലിബ്രേഷൻ കാർഡും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലിബ്രേഷൻ വരുന്നു, സന്തോഷങ്ങൾ വരുന്നു എന്ന രീതിക്ക്. അതിൻ്റെ ഇവിടെ ഇതുണ്ടായിരുന്നതും സ്റ്റെബിലിറ്റി ആണ് കേട്ടോ. 4 of Wands വരുമ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയും. ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്നു എന്ന് പറയാം, ജോലി കരിയറിൽ സ്റ്റെബിലിറ്റി വരുന്നു എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് സ്റ്റേബിളായ ഒരു ജോബ് കിട്ടും, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ നല്ലത് വരുന്നു എന്നാണ്. ഓക്കെ, അല്ലാത്തവർക്ക് ചിലപ്പോൾ വീട് കെട്ടുന്ന കാര്യങ്ങളായിരിക്കാം. ഇതും ഒരു തരത്തിൽ നമ്മൾ വീട് എന്ന രീതിക്ക് പറയാം. ഒരു ടവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കാസൽ എന്ന രീതിക്കാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അത് പൊട്ടി തകർന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു പുതിയ ഒരു വീട് കാര്യങ്ങൾ പൊട്ടി തകരല്ല, നിങ്ങൾ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കും എന്ന് പറയാം. എങ്കിൽ ചിലവർക്ക് ഫാമിലി, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി, സ്റ്റേബിൾ ആയിട്ടൊരു ഫാമിലി, ചിലവർക്ക് മാരേജ് എല്ലാം നടക്കാനുള്ള സാധ്യതകളാണ്. ഓക്കെ, സോ സെക്കൻഡ് കാര്യം നമുക്കതാണ് ഇവിടെ വന്നിട്ടുള്ള. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തോ അത് നടക്കാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വീട് കെട്ടാനൊക്കെ ആഗ്രഹിച്ചവരാണെങ്കിൽ അങ്ങനെ, മാരേജ് നടക്കാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കരിയറിൻ്റെ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് കാര്യം കൂടി നോക്കാം. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് എന്താ നടക്കാൻ സാധ്യത. നല്ല വെളിച്ചമുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇരുണ്ട് ചെറുതാക്കി വന്നു. എന്തത്? ഓക്കെ, നോക്കട്ടെ. തേർഡ് കാര്യം നിങ്ങൾക്ക് നടക്കാൻ സാധ്യത 8 of Cups, 4 of Pentacles ഇതിനെ കുറിച്ചാണിത്. അഗെയിൻ 3 of Cups. ഉണ്ടോ എത്ര ഷഫിൾ ചെയ്താ ഞാൻ ഇത്രയും നിങ്ങളുടെ മുമ്പിലല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് എന്തായാലും സെലിബ്രേഷൻ വരുന്നുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഡൗട്ടേ വേണ്ട. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വളരെ ഇതായിട്ട് എടുക്കാം. നിങ്ങൾക്ക് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു, ഓക്കെ, സന്തോഷങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നു എന്നുള്ളൊരു കാര്യം അടിവരയിട്ട് വെച്ചോളൂ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ 8 of Cups ആൻഡ് 4 of Pentacles ആണ്. എന്തോ വിട്ട് കളയാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യം വന്നാൽ പോലും അതും എന്തോ ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്തോ വിട്ട് കളയാനാണ്. ഓക്കെ, നിങ്ങൾ റിലീസ് ചെയ്ത് കളയാനാണ് പറയുന്നത്. 8 of Cups നമ്മൾ വാക്കിംഗ് അവേ ആണ്. 4 of Pentacles നമ്മൾ സാധാരണ പിടിച്ചു വെക്കുന്ന തരത്തിലാണ് പറയുക. പക്ഷേ ഇതിൽ ഈ കാർഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിൽ നമ്മൾ ഓപ്പൺ ആക്കി കൈയാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലാണ് പറയുക. സോ ഇത് നിങ്ങളോട് വിട്ട് കളയാൻ പറയുന്ന പോലെയാണ്. ഇത് നിങ്ങളോട് റിലീസാണ്. രണ്ടും കൂടി വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളോട് പറയുന്നത് എന്തോ റിലീസ് ചെയ്ത് കളയാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വിട്ട് കളയാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചേക്കാം. ഐ തിങ്ക് നിങ്ങൾ തയ്യാറാണ് അതിന്. നിങ്ങൾ എന്തോ റിലീസ് ചെയ്ത് കളയാൻ നിങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ആവണം. ഓക്കെ, നിങ്ങൾ റിലീസ് ചെയ്ത് കളയാൻ തയ്യാറാവണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾ സ്ട്രെങ്ത് വെക്കണം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് വെക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ നല്ലോണം സ്ട്രെങ്ത് നിങ്ങൾക്ക്, ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, പക്ഷേ ഈ ഒരു റിലീസിങ് നിങ്ങൾ ചെയ്ത് അത് ചിലപ്പോൾ സിറ്റുവേഷൻസിന് വാക്കിംഗ് അവേ ആയിരിക്കാം, വ്യക്തികളെ വിട്ട് കളയുന്ന കാര്യമായിരിക്കാം, ആരുടെ അടുത്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം, റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം, ജോലി വിടുന്ന കാര്യമായിരിക്കാം, എന്തുമാവാം. ഓക്കെ,
ഇല്ല, ഓക്കെ, എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും ശരി, അതൊരു റിലീസിങ് ആണ് ഇവിടെ പറയുന്നത്. ആ റിലീസിങ്ങിന് ശേഷം പക്ഷെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സന്തോഷങ്ങൾ, സെലിബ്രേഷൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതുണ്ടോ വെയിൽ വരാൻ തുടങ്ങിയാണ്ടോ. ആദ്യം ഞാൻ പറഞ്ഞില്ല, ഇരുണ്ട് മഴ പെയ്യുന്ന പോലെ ഇരുണ്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഈ റിലീസിങ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ നിമിത്തങ്ങളായിട്ട് പലതും എടുക്കാറുണ്ട്. ഇത് ഇത്രയും നേരം ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് സഡൻലി ഞാനത് പറയാൻ തുടങ്ങുന്ന സമയത്ത് ലൈറ്റ് ഇവിടെ പോയി. അത് വീണ്ടും ഇപ്പോൾ സണ്ണ് വരാനും തുടങ്ങി. ഈ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സന്തോഷം വരണമെങ്കിൽ ചിലത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. അത് നിങ്ങളായിട്ട് ചിലപ്പോൾ റിലീസ് ചെയ്ത് കളയേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം ചെയ്യിപ്പിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമവും വേദനയൊക്കെ വരിക. സോ അതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് നിങ്ങൾ അവനവൻ്റെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എന്തിൽ നിന്നോ വിട്ട് മാറേണ്ടതുണ്ട്. അത് റിലേഷൻഷിപ്പ് ആവാം, ഞാൻ പറഞ്ഞ പോലെ ജോലി കരിയർ ആവാം, ഈവൻ ഫാമിലി ആയാൽ പോലും, നമ്മൾ എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയാൽ പോലും. ഓക്കെ, ഐ തിങ്ക് എവിടുന്നോ ഒരു മാറിപ്പോകല് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, സോ യെസ്, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് റിലീസ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ജസ്റ്റ് മനസ്സിലെ തോട്ട്സിനെ ആയിരിക്കാം കേട്ടോ. നമുക്ക് വ്യക്തി പ്ലേസസും അങ്ങനെയൊന്നും ആവണമെന്നില്ല. നിങ്ങളുടെ മനസ്സിലെ ചില ചിന്താഗതികളെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അതും ആയിരിക്കാം, നമുക്ക് അങ്ങനെയും പറയാമല്ലോ. ചില ചിന്താഗതികളെ മാറ്റാം. നിങ്ങളുടെ ഓൾഡ് ചിന്താഗതികളെ ഒന്ന് മാറ്റി കുറച്ചുകൂടി ഒന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങുക നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആക്ച്വലി അവനവനെ കുറിച്ചുള്ള ബിലീഫ്സ്, എനിക്കെന്തോ ഈ കാർഡ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി പെട്ടെന്ന്. അവനവനെ കുറിച്ചുള്ള ചില ബിലീഫ്സ്, അതായത് എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്നൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്ത് കളയൂ. എല്ലാം പറയാലോ നമുക്ക്, അല്ലേ, എന്തും പറയാം. സോ നിങ്ങൾ ഒരുപാട് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യൂ. നിങ്ങൾ മടിച്ച് പിന്നോട്ട് നിൽക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരിക, സ്ട്രെങ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യുക. സോ യെസ്, അങ്ങനെയാവാം. ഓക്കെ, ആൻഡ് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വെയിറ്റ് ചെയ്ത് നിന്ന ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ, ആ 3 പൈലെടുത്തപ്പോഴും 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയപ്പോഴും അതിൻ്റെ കൂടെ വന്ന ഈ ഒരു കാർഡ് ഉണ്ട്. സോ സെലിബ്രേഷൻ കൺഫേം ആണ്, ഹാപ്പിനെസ് കൺഫേം ആണ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ചിലത് അനുഭവിക്കേണ്ടി വരും, ചിലത് മാറ്റേണ്ടി വരും, അല്ലേ. ലെറ്റ്സ് സീ, നമുക്ക് അഡ്വൈസ് കാർഡ്സ് കൂടി എടുത്തേക്കാം. ലവേഴ്സ് ഉണ്ട്. ഓക്കെ, ലീപ്പ് ഓഫ് ഫെയ്ത്ത്, ക്രിയേറ്റിവിറ്റി, ബാലൻസ്, ഡിവൈൻ ടൈമിംഗ്. യെസ്, എല്ലാം ഡിവൈൻ ടൈമിംഗ് ആണ്. അപ്പോളജി, സോറി, ഡീക്ലട്ടർ. ഓക്കെ, ഡെഡിക്കേഷൻ, സ്റ്റേ ഡെഡിക്കേറ്റഡ് ടു യുവർ ഗോൾസ്, എഫേർട്സ് ദാറ്റ് വിൽ റീപ്പ് സക്സസ്. നിങ്ങളോട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. യെസ്, ഓക്കെ, നിങ്ങൾ എന്താണോ വേണ്ടത് അതിനെ നിങ്ങൾ ഡെഡിക്കേഷനോടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്ത് തന്നെ തടസ്സങ്ങൾ നേരിട്ടാലും ശരി, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്. ഓക്കെ, അതിനുവേണ്ടി വഴികൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു വഴിയിലൊരു തടസ്സം വന്നു, ഓക്കെ, ഞാൻ കറങ്ങിത്തിരിഞ്ഞ് പോകണോ, ഓക്കെ ശരി, ഞാൻ ശ്രമിക്കാം എന്ന രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങളുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ലവേഴ്സ് കാർഡ് ഉണ്ട്, പാഷനേറ്റ് കണക്ഷൻ, ഷെയർഡ് വിഷൻ ആൻഡ് വാല്യൂസ്. ചിലവർക്ക് ഞാൻ ഓൾറെഡി ഫസ്റ്റ് നമ്മുടെ വന്നത് കിങ് ഓഫ് കപ്സ് വന്നിരുന്നു. അതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യമായിരിക്കാം. നിങ്ങൾക്കൊരു സ്നേഹം, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ലീപ്പ് ഓഫ് ഫെയ്ത്ത്, ടേക്കിംഗ് എ റിസ്ക്, സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ബ്യൂട്ടി ഓഫ് ദി അൺനോൺ. നമ്മുടെ 8 ഓഫ് കപ്സും നമ്മൾ 4 ഓഫ് പെൻറ്റിക്കിൾസും പറഞ്ഞ കാര്യം, നമ്മൾ ചിലത് വിട്ട് മാറി പോകണം എന്ന് പറഞ്ഞു, അല്ലേ. ആ വിട്ട് മാറി പോകുന്നത് നിങ്ങളൊരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ പോകാനാണ് പറയുന്നത്. ആ വിട്ട് കളയുന്നത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, പാസ്റ്റിൽ നമ്മളൊരു കംഫർട്ട് ഉണ്ട് നമുക്ക്. ആ പാസ്റ്റിൻ്റെ കാര്യങ്ങളിൽ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവും. അതിനെ വിട്ട് കളയാൻ നമുക്ക് എപ്പോഴും മനസ്സിലൊരു വിഷമമാണ്. കാരണം പുതിയത് കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് അറിയില്ല. നമ്മൾ അൺനോൺ ഇതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചിലത് നമ്മൾ വിട്ട് മാറി നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ പുതിയതിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങളോട് പറയുന്നത് ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കൂ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രമിക്കാം. അതിപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാൻ, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാൻ. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ, നിങ്ങളുടെ ലൈഫിന് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ റൊട്ടീനിൻ്റെ കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും, ചില എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങാം. അങ്ങനെ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ എന്തെങ്കിലും ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയില്ല, ബട്ട് എടുത്ത് ചാടുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അത് ഒരു റിസ്ക് ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയത് വരാനുണ്ട് എന്നാൽ നിങ്ങളതിൽ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റിവിറ്റി, ഹാവ് ഫൺ, എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ ന്യൂ വേസ്. ഓക്കെ, നിങ്ങൾ
ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾക്ക് തടസ്സങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ ഞാൻ പറഞ്ഞു വഴി നമ്മൾ മാറിപ്പോണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് ക്രിയേറ്റീവ് വഴികൾ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ഈ ഓരോ ഓബ്സ്റ്റക്കിളിനെ ഞാൻ ഓവർകം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ആൻഡ് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ വഴിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കൂടുതൽ അതിനെ മെച്ചപ്പെടുത്തുക, നിങ്ങളുടെ ടാലൻസിനെ നിങ്ങൾ കൂടുതൽ എന്താ പറയുക അതിനെ ഒന്ന് സോറി ഞാൻ എന്താ പറയാൻ വന്നത് എനിക്ക് മറന്നു. ഓക്കെ, നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ബാലൻസ്. ഓക്കെ, ജഗ്ലിംഗ് ടു മെനി തിങ്സ് അറ്റ് വൺസ്, ഫൈൻ ടൈം ഫോർ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. ഇപ്പം നിങ്ങളോട് പറയുന്നത് ഒരല്പം നിങ്ങൾ അവനവനെ കൂടി കെയർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അവനവനെ എന്നാൽ മാത്രമേ നമുക്കൊരു റെസ്റ്റ് ഇടയ്ക്ക് വേണം അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ടൈമിങ്, എവറിത്തിങ് ഹാസ് എ ഹയർ പർപ്പസ്. ഓക്കെ, എല്ലാം എന്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞു. ആ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോഴും എപ്പോഴാണ് നടക്കുക എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ടൈമിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് അത് ഡിവൈൻ തീരുമാനിക്കും. പക്ഷെ ആ ഡിവൈൻ തീരുമാനിക്കുന്ന സമയത്തിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക അറിയോ? നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന ചില ലെറ്റിംഗ് ഗോ, നമ്മൾ പറയാറില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയാൻ നമ്മൾ മടിക്കും തോറും നിങ്ങളുടെ വേറെ വരേണ്ട കാര്യങ്ങൾ ഡിലേ ആവും. അപ്പോൾ ആ ലെറ്റിംഗ് ഗോ നിങ്ങൾ എത്ര വേഗം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വരും. ഓക്കെ, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ. അതുപോലെ പലതും നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അത് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഡിവൈൻ ടൈം കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. ഓക്കെ, സോ എന്തായാലും എല്ലാം ഡിവൈൻ ടൈമിൽ നടക്കും, എല്ലാം ദൈവം തീരുമാനിച്ച പോലെ നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ടവർ മൊമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബ്രേക്കപ്സോ ബ്രേക്ക് ഡൗണോ ആവുന്നുണ്ടെങ്കിൽ അതിനെന്തോ പർപ്പസ് ഉണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സോറി പറയുന്നുണ്ട്, ഫോർഗിവ്നെസ് ത്രൂ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മേ ബി നിങ്ങളൊരു കോംപ്രമൈസ് വരുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ വേറെ ഏതെങ്കിലും കാർഡ് അതിന് അതുപോലെ കണ്ടോ, ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് വന്ന് മാപ്പ് പറയും, അല്ലെങ്കിൽ നിങ്ങളും ഐ തിങ്ക് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുക എന്ന രീതിക്ക് പറയുന്നുണ്ട്. അല്പം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. എനിക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്കി പരസ്പരം സോറി പറയാം. ഓക്കെ, അങ്ങനെ ആരോടെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം. പരസ്പരം മനസ്സിലാക്കി ഐ തിങ്ക് നിങ്ങൾ ഒരു നല്ലൊരു പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. ഡീക്ലട്ടർ, ലെറ്റ് ഗോ ഓഫ് ഓൾഡ് ഐറ്റംസ്, ക്രിയേറ്റ് എ ന്യൂ സീക്രട്ട് സ്പേസ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, ചിലവർക്ക് ഇത് ലിറ്ററലി നമുക്ക് പഴയ സാധനങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരുപാട് പഴയ സാധനങ്ങൾ, നിങ്ങൾ യൂസ് ചെയ്യാത്തത് കുറേ ആയിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾ എടുത്തിട്ടേ ഇല്ല, അതൊന്നും നോക്കിയിട്ട് പോലും ഇല്ല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ, ആക്ച്വലി അത് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമുണ്ട് തെറ്റ്. നമ്മളിങ്ങനെ വീട് ചില സമയത്ത് നമ്മൾ പഴയ സാധനങ്ങൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജി സ്റ്റാഗ്നൻ്റ് ആക്കും എന്ന് പറയും നമ്മുടെ വീട്ടിലെ. ഓക്കെ, അപ്പോൾ അതിന് ഒന്ന് ക്ലീനിങ് നല്ലതാണ് ചില സമയത്ത്. ഓക്കെ, അല്ലാത്തവർക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്യുക എന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. അത് ഐറ്റംസ് ആവാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 of Cupsൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 4 of Pentaclesൻ്റെ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ റിലീസ് ചെയ്യാനുണ്ട്, ചിലപ്പോൾ ആ കാര്യങ്ങളായിരിക്കാം. എന്തായാലും നിങ്ങൾക്കൊരു സ്പേസ് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിപ്പോൾ ലിറ്ററലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ക്ലീനപ്പ് ചെയ്യുക, മനസ്സും ക്ലീനപ്പ് ചെയ്യുക, ലൈഫും ക്ലീനപ്പ് ചെയ്യുക. ഓക്കെ, ഒന്ന് വീടും ഒന്ന് അങ്ങനെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പഴയത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറ്റി വേണമെങ്കിൽ എടുത്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ എനർജി ഒന്ന് മൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് നമുക്ക് സിമിലർ കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് സെലിബ്രേഷൻ വരും, പക്ഷെ ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്യണം അല്ലേ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.